അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യനാണ് എടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് കട്ട്സ് റിക്വയർഡ് ടു കട്ട് എ ക്യൂബ് ഇൻറ്റു 64 ഐഡൻറ്റിക്കൽ പീസസ്? അതായത് ഒരു ക്യൂബിനെ 64 ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ആവശ്യമായ ലീസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് കട്ട്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് കടക്കാം. ഒരു ക്യൂബിനെ കട്ട് ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്നത് 64 ഐഡൻറ്റിക്കൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 64 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? 64 നമുക്ക് 4 × 4 × 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്. ഒരു ക്യൂബ് വരച്ചു. ഈ ഒരു ക്യൂബിനെ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ സൈഡ് ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുന്നത്? അതായത് 64 = 4 × 4 × 4 ആണ് 64 എന്ന് നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും 4 ക്യൂബ്സ് ഇവിടെ കിട്ടണമെങ്കിൽ എത്ര കട്ട്സാണ് വേണ്ടത്? 1 2 3. അതുപോലെ തന്നെ 1 2 3. താഴോട്ട് നോക്കുകയാണെങ്കിലും 1 2 3. അപ്പോൾ എത്രയാണ്? 3 + 3 = 9 കട്ട്സാണ് മിനിമം വേണ്ട കട്ടുകളുടെ എണ്ണം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ മിനിമം നമ്പർ ഓഫ് കട്ട്സ് എന്ന് പറയുന്നത് 9 ആണെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ദി എക്സ്പ്രഷൻ 5 star 4 star 3 star 2 star 1 star ഈസ് ചോസൺ ഫ്രം പ്ലസ് മൈനസ് ഇൻറ്റു ഈച്ച് അറ്റ് മോസ്റ്റ് 2 times. ഫോർ ഈസ് ദ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 5 star 4 star 3 star 2 star 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറ്റ്മോസ്റ്റ് 2 times പ്ലസ് മൈനസ് ഇൻറ്റു എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0. സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ഇവിടെ 3 2 1 0. അതിന് തന്നെ നമുക്ക് 0 കിട്ടുന്നുണ്ടോ, 0 കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അതിന് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുക. 5 4 3 2 1. ഇവിടെ നമുക്ക് 0 കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് 0 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 0 കിട്ടാനുള്ള പോസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും 4 3 എത്രയാണ്? 7 ആണെന്ന് നമുക്കറിയാം. 5 2 7 ആണ്. അപ്പോൾ 7 - 7 വന്നു കഴിഞ്ഞാൽ 0 ആണ് അല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 0 എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നിന്നാണ് 5 + 2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഇട്ട് കൊടുക്കാം, ഇവിടെയും പ്ലസ് ഇട്ട് കൊടുക്കാം. 2 1 എന്നുള്ളത് ഇൻറ്റു ഇട്ട് കൊടുക്കാം, കാരണം 2 × 1 2 തന്നെയാണല്ലോ. പിന്നെ 4 + 3. ഇവിടെ +3 കൊടുക്കാൻ പറ്റില്ല, കാരണം അറ്റ്മോസ്റ്റ് 2 times ഒരു സൈൻ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 4 + 3 7 ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഓൾറെഡി പ്ലസ് ആണല്ലോ. അപ്പോൾ 5 - 4 - 3 + 2 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. -4 - 3 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ എത്രയായിരിക്കും? ഇവിടെ 7 ആണ്. ഈ 5ഉം 2ഉം കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ അതും 7 ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 7 - 7 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 0 ആണ്. സോ അന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ബാക്കിയുള്ള PYQs നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്.